ഫ്ലോസ ആപ്പിലെ മറ്റൊരു ഫെസിലിറ്റിയാണ് ഡയറി. ഡയറിയിൽ നിങ്ങൾക്ക് അതാത് ദിവസത്തെ സംഭവങ്ങൾ പോലെ തന്നെ ഫ്യൂച്ചർ ഡേറ്റിലുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഒരു ദിവസം നടന്ന സംഭവം അതിൻ്റെ എല്ലാ ഡേറ്റയോടും കൂടി തന്നെ നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു ദിവസം എത്ര സംഭവങ്ങൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് കറണ്ട് ഡേറ്റ് ആയിരിക്കും അതിൻ്റെ ഡേറ്റ് ആയിട്ടുള്ളത്. പിന്നെ അസൈൻമെൻറ്റ് ഡേറ്റ്, അത് നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റിലേക്കുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അസൈൻമെൻറ്റ് ഡേറ്റിൽ ആ ഫ്യൂച്ചർ ഡേറ്റ് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അതേ ഡേറ്റ് തന്നെ കിടക്കും. ഇവിടെ ഒരു കോൺഫറൻസ് ആണെങ്കിൽ ആ കോൺഫറൻസ് അല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. റിമാർക്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം അത് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ അങ്ങനെ ഒരു കോൺഫറൻസ് നടന്നിട്ടുള്ളൂ. ഇനി ഈ കോൺഫറൻസിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇത് ഇവൻറ്റിൽ ഒരു ഗാലറി കൂടി അതിനുണ്ടാവും. ഈ ഗാലറിയിൽ നിങ്ങൾക്ക് ആ കോൺഫറൻസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ അതിനകത്ത് ഓഡിയോ വീഡിയോ കാര്യങ്ങളെല്ലാം സാധാരണ ഗാലറിയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് എല്ലാം ആഡ് ചെയ്ത് വയ്ക്കാം. ഇത് കൂടാതെ ഒരു ഫ്യൂച്ചർ പ്രോഗ്രാം ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അത് അടുത്ത മാസമാണെങ്കിൽ ഇപ്പോഴേ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത മാസത്തെ ഡേറ്റ് ഏതാണ് ഡേറ്റ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഡേറ്റ് ജൂലൈ 15-നാണ് സെറ്റ് ചെയ്തു. അതിൻ്റെ ടൈറ്റിൽ മാരേജ് ആണെങ്കിൽ, ആരുടെ ആണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. 15-ാം തീയതിയാണ്, 14-ാം തീയതി നിങ്ങൾക്കൊരു അലാം വേണമെന്നുണ്ടെങ്കിൽ 14-ാം തീയതി അതിലൊരു ടൈമും കൂടി നിങ്ങൾക്ക് സേവ്. അതിവിടെ കാണില്ല, അത് ആക്ച്വലി ആ ഡേറ്റിലായിരിക്കും വരിക. ആ ഡേറ്റ് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പീരീഡിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പീരീഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം കാണാൻ പറ്റും. 16/19/5 ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ ടുഡേ എന്ന് വെച്ചാൽ ഇന്നത്തെ ഡേറ്റാണ്, പ്രീവിയസ് ഡേ ഇന്നലത്തെ പ്രോഗ്രാംസാണ്, ടുഡേ, നെക്സ്റ്റ് ഡേ. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ദിവസത്തെ പ്രോഗ്രാം ടുഡേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമും നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടും.